KS അരുൺകുമാർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അരുൺകുമാർ, ഈ ഒരു തട്ടിപ്പ് അത് കൂടുതൽ അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരികയാണ്. വരുന്നതോടുകൂടി കോടികളുടെ തട്ടിപ്പാണ്. കണ്ണൂർ ജില്ലയിൽ മാത്രം ഇപ്പോൾ മനസ്സിലാക്കുന്ന 2000-ലധികം പരാതികൾ വന്നു കഴിഞ്ഞു. കോൺഗ്രസ് നേതാവ് ലാലി വിൻസൻ കണ്ണൂരിലെ പരാതിയിൽ പ്രതിയാണ്. മറുഭാഗത്തു നിന്ന് ഇപ്പോൾ വന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, ഇപ്പോൾ കോൺഗ്രസ് വിട്ട് UDF-ലേക്ക് പോയ വനിതാ നേതാക്കളുണ്ട്, പ്രമീള ദേവി ഒക്കെ ആയിട്ടുള്ള ചില ആളുകളുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പങ്കാളിത്തം അല്ലെങ്കിൽ ഈ അനന്തകൃഷ്ണനുമായിട്ടുള്ള പരിചയവും ഇടപാടും പണമിടപാടും അതിൽ നിന്ന് രൂപപ്പെട്ട കേസുകളും ഒക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അരുൺകുമാർ, വളരെ ഗൗരവമുള്ള ഒരു വലിയ തട്ടിപ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്? നിരവധി കേസുകളാണ് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കോള് ഞാൻ അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ എന്നെ ഒരു ആലങ്ങാട്, എറണാകുളം ജില്ലയിലെ ആലങ്ങാടുള്ള BJP ഭരിക്കുന്ന ഒരു സഹകരണ സംഘം വഴി ഇത്തരത്തിൽ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുകയും ഇപ്പോൾ പണം നഷ്ടപ്പെട്ട് ചതിയിൽപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ 1-2 വനിതാ സുഹൃത്തുക്കൾ വിളിച്ച് അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ BJPക്ക് സ്വാധീനമുള്ള സഹകരണ സംഘങ്ങൾ വഴിയും അല്ലാതെ ഉള്ള പ്രാദേശിക സംഘങ്ങൾ വഴിയുമെല്ലാം ഓരോ ജില്ലയിലും കോടിക്കണക്കിന് രൂപയാണ് തട്ടിച്ചിരിക്കുന്നത്. ഇതിൽ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ 2 വീലർ കൊടുത്തത്. ഇപ്പോൾ 50 പേരിൽ നിന്ന് അപേക്ഷ മേടിച്ച് പൈസയും കളക്ട് ചെയ്ത് 5-3 പേർക്ക് കൊടുക്കും. അത് വലിയ തരത്തിൽ മാർക്കറ്റ് ചെയ്യും. പിന്നെ 150-250 പേരുടെ നിന്ന് കളക്ട് ചെയ്യും. പിന്നെ ഒരു 10 പേർക്ക് കൊടുക്കും. അത്തരത്തിൽ CSR ഫണ്ടോ അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയോ മറ്റേതെങ്കിലും തരത്തിലുള്ള NGOയുടെ പദ്ധതിയോ ഒന്നും ഇതുമായിട്ട് ആഡ് ചെയ്യപ്പെട്ടതല്ല. ഇതെല്ലാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചരണം മാത്രമാണ്. മറിച്ച് ഇത് ശരിക്കും മണി ചെയിൻ പോലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, അതും നേതാക്കന്മാരുടെ എല്ലാം പടങ്ങളും ചിത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ടും അവരുടെ അടക്കം ഇൻവോൾവ്മെന്റും അവർ ഒരുമിച്ച് പലതവണ കണ്ടുമുട്ടിയതിന്റെ വിവരങ്ങളും എല്ലാം ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഇനി നേതാക്കൾക്ക് തങ്ങളെ ഈ ചടങ്ങിലേക്ക് വിളിച്ചു, തങ്ങൾ പോയി പങ്കെടുത്തു എന്നത് നിലയിൽ മാത്രമാണ് ഇതിനകത്ത് തങ്ങൾക്കുള്ള അറിവ് എന്ന് പറഞ്ഞു നിൽക്കാൻ, കഴിവ് പറയാൻ പല നേതാക്കൾക്കും കഴിയുമോ? അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? അല്ല, ഇപ്പൊ ഒരു ഗസ്റ്റ് എന്ന രൂപത്തിൽ ഒരു പ്രോഗ്രാമിൽ പോയതും ഇതിന്റെ എല്ലാവിധ ട്രാൻസാക്ഷനും കൂടെ നിന്നതും ഇതിന്റെ അഡ്വർടൈസ്മെന്റിലെല്ലാം ഉൾപ്പെടുന്നതും പ്രത്യേകിച്ച് അവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ ഇത്തരം നേതാക്കന്മാരെ കൊണ്ട് ഉള്ള ഇൻട്രഡ്യൂസിംഗ് നടത്തുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ആലോചനാ യോഗങ്ങളിൽ പങ്കെടുക്കുന്നു. അത്തരത്തിൽ പോലീസ് വളരെ വിശദമായിട്ട് അന്വേഷണത്തിന്റെ ഭാഗമായി വളരെ ബലപ്പെട്ട തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ സ്വാഭാവികമായിട്ടും പോലീസ് അവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. ഒരു ചടങ്ങിൽ പങ്കെടുത്ത് ഒരു ഗസ്റ്റായി പോയി എന്നതിനേക്കാൾ ഉപരി കൃത്യമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് ബോധ്യപ്പെട്ടതിലാണ് പോലീസ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. ഓരോ കണക്കിന് ആളുകൾ ഈ ചതിയിൽ പെട്ടിട്ടുണ്ട്. ഇതിന് BJPയുടെ നേതൃത്വത്തിലുള്ള പരസ്യ ബന്ധം, അതോടെ തന്നെ കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർക്കുള്ള ബന്ധം, അതെല്ലാം വരും ദിവസങ്ങളിൽ പോലീസ് പുറത്തു കൊണ്ടുവരും എന്നതിൽ യാതൊരു സംശയമില്ല. അതായത് ശ്രീ അരുൺകുമാർ, ഇതിൻ്റെ ഒരു സ്വഭാവം നോക്കുമ്പോൾ ഈ തട്ടിപ്പിന് സ്ത്രീകളാണ് ഏറെയും ഇരയായിട്ടുള്ളത്. അങ്ങനെ ആ സ്ത്രീകളെ ഇത്തരമൊരു മോഹവാഗ്ദാനം നൽകി പാതി വിലയ്ക്ക് സ്കൂട്ടർ ലഭിക്കും അല്ലെങ്കിൽ തയ്യൽ മെഷീൻ ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് അവരിൽ നിന്ന് അഡ്വാൻസായി പണം കൈപ്പറ്റുന്നു. അപ്പോൾ ഇതിന് യഥാർത്ഥത്തിൽ ഈ പ്രധാന പ്രതിയായിട്ടുള്ള അനന്തകൃഷ്ണൻ, അയാൾ ഈ കോൺഗ്രസ് BJP ബന്ധം അതിൽ തന്നെ എടുത്ത് കാണാൻ കഴിയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് സംസാരിച്ച KN ഗീതാകുമാരി അതിലൊരു പരാതിക്കാരിയാണ്. ആ പരാതിക്കാരി BJP സംസ്ഥാന സമിതി അംഗമാണ്. അവർ പറയുന്നത് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള പ്രമീള ദേവി കഴിഞ്ഞ UDF ഭരണകാലത്തൊക്കെ കോൺഗ്രസ് നേതാവായിരുന്നു, പിന്നീട് BJPയിലേക്ക് വന്നതാണ്. BJPയുടെ ഇപ്പോൾ സംസ്ഥാന നേതൃനിരയിലെ ഒരു വനിതാ നേതാവാണ്. അവരുടെ PA ആയി ഒക്കെയാണ് ഈ പറഞ്ഞ അനന്തകൃഷ്ണനെ പരിചയപ്പെടുന്നത്. അവിടെ നിന്ന് വന്നിട്ടുള്ള പണമിടപാട് 25 ലക്ഷം ഈ ഗീതാകുമാരിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. കേസ് നിലനിൽക്കുന്നു. ഇതേക്കുറിച്ച് BJP നേതൃത്വത്തോട് തന്നെ പരാതിപ്പെട്ടിട്ടുണ്ട്. പലർക്കും ഇതുമായി ബന്ധമുള്ള കാര്യങ്ങൾ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ടൊക്കെ അവരത് പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നേതൃത്വത്തെ അറിയിച്ചിട്ടും ഇടപെട്ടില്ല എന്ന നിലയ്ക്കാണ് അവരുടെ ഒരു അഭിപ്രായം. മറുഭാഗത്ത് ലാലി വിൻസെൻ്റ്, അരുണ് നന്നായി അറിയാം, കൊച്ചിയിൽ നിന്ന് തന്നെയുള്ള കോൺഗ്രസ് നേതാവാണ്, ഇപ്പോൾ കണ്ണൂരിലെ കേസിൽ പ്രതിയായിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ത്രീകളെയൊക്കെ ഇങ്ങനെ ഒരു വലിയ ഓഫർ കൊടുത്ത് പറ്റിക്കുന്നതിന് ആകർഷിക്കുമ്പോൾ അതിലെ കോൺഗ്രസ് BJP ബന്ധം വലിയ തോതിൽ ഈ പ്രധാനപ്പെട്ട പ്രതി വളരെ കാര്യമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണോ? അതിന് ഈ നേതാക്കന്മാരുമായിട്ടുള്ള അടുപ്പം അയാൾക്ക് വലിയ നേട്ടമായിട്ടുണ്ടോ? ഇപ്പോ എവിടെ നാട്ടിൽ തട്ടിപ്പുണ്ടായാലും ഒരു കോൺഗ്രസ് ബന്ധം അതിൽ സാധാരണ വരാറുണ്ട്. ഇപ്പൊ അടുത്ത കാലത്തായിട്ട് അതിൽ BJP ബന്ധവും വരുന്നു. ഇപ്പൊ രണ്ടുപേരും ചേർന്നുള്ള ബന്ധം ഒരു കൊളാബറേഷൻ പോലെയാണ് വരുന്നത്. കൊളൂഡഡ് ആണ് പരസ്പരം. ഇതിൽ എന്തായാലും എന്തായാലും ഇത്തരത്തിലുള്ള ലീഡർഷിപ്പ് ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി എന്ന രൂപത്തിലാണ് ചിത്രീകരിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം പ്രധാന പ്രതി നരേന്ദ്രമോദിയെ ഷാള അണയിക്കുന്ന പണം
അതുപോലെ തന്നെ BJPയുടെ നേതാക്കന്മാർക്കെതിരെ നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ വെച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ് ശ്രീ നരേന്ദ്രമോദിയുടെ തന്നെ എന്തോ ഇഷ്ട പദ്ധതി എന്ന രൂപത്തിലൊക്കെയാണ് ചിത്രീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളെല്ലാം അതിൽ പെട്ടുപോകുന്ന, പകുതി വിലയ്ക്ക് ഇത്തരത്തിൽ സ്കൂട്ടർ കിട്ടുക എന്നുള്ള ഒരു ആകർഷകമായിട്ട് അതിലേക്ക് വീണു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ഇത് വലിയ രൂപത്തിലുള്ള വലിയ തട്ടിപ്പാണ്. വളരെ ചുരുക്കം പേർക്ക് കൊടുത്തിട്ട് ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് പണം കളക്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും ഈ ലീഡർഷിപ്പിന്റെ എല്ലാം ബന്ധം, അവരുടെ പാർട്ടിയുടെ ബന്ധം എല്ലാം പോലീസ് കാര്യക്ഷമമായിട്ട് തന്നെ അന്വേഷിക്കുന്നുണ്ട്. പരാതികളുടെ പ്രളയമാണ്. ഇപ്പൊ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് ഏറ്റവും ആദ്യം ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ തന്നെ നൂറുകണക്കിന് സ്ത്രീകളാണ് വന്ന് പരാതി രജിസ്റ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇടുക്കിയിൽ തന്നെ 12,000-ഓളം പേർ പരാതി രജിസ്റ്റർ ചെയ്തതായിട്ടുള്ള വാർത്തകൾ വായിച്ചു. ഓരോ ജില്ലയിൽ നിന്നും ഇത്തരത്തിലുള്ള പരാതികൾ വരുമ്പോൾ ആ പരാതിക്കാരെ എങ്ങനെയാണ് ഇതിലേക്ക് ആകർഷിച്ചത് എന്ന് കാണിക്കുന്ന തെളിവുകളും പുറത്തു വരികയാണ്. ഏതായാലും കോൺഗ്രസിനും BJPക്കും ഇതിൽ മൗനം തുടർന്നിട്ട് കാര്യമില്ല. അവരുടെ ലീഡർഷിപ്പിന് കൃത്യമായിട്ടുള്ള ബന്ധമുണ്ട്, പാർട്ടിക്ക് ബന്ധമുണ്ട്. നന്നായിട്ട് മാർക്കറ്റിംഗ് നടത്തി തന്നെയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്. ഏതായാലും പോലീസ് അതിശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. റൈറ്റ്. നന്ദി ശ്രീ അരുൺകുമാർ.